അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ അടിസ്ഥാനത്തിൽ വരുന്ന അടുത്ത ടോപ്പിക്കാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പൊ നമ്മളിവിടെ ഒരു സോഫ്റ്റ് അയൺ പീസിൽ പച്ചിരുമ്പ് കഷ്ണത്തിൽ 2 സെറ്റ് കോയിലുകൾ ചുറ്റി വെച്ചിട്ടുണ്ട്. എ എന്ന് പറയുന്ന കുറച്ച് കോയിൽ ഇവിടെ ചുറ്റി വെച്ചിട്ടുണ്ട്, ബി എന്ന് പറയുന്നത് ഇവിടെയും ചുറ്റി വെച്ചിട്ടുണ്ട്. ഇൻസുലേറ്റഡ് കോപ്പർ വയർ ചുറ്റി വെച്ചിട്ടുണ്ട്. ഇത് തമ്മിൽ ഒരു കോമൺ സോഫ്റ്റ് അയൺ പീസിൽ, പൊതുവായ ഒരു സോഫ്റ്റ് അയൺ പീസിൽ ചുറ്റി വെച്ചിരിക്കുന്നു എന്നല്ലാതെ ഇത് തമ്മിൽ വേറെ ഒരു കണക്ഷനും ഇല്ല. എ എന്ന് പറയുന്ന കോയിലിന്റെ എൻഡുകളിൽ ഞാനൊരു ബാറ്ററിയും ഒരു സ്വിച്ചും കണക്ട് ചെയ്തിട്ടുണ്ട്. ബി എന്ന് പറയുന്നതിന്റെ എൻഡിൽ ഒരു ബൾബ് മാത്രം കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ബാറ്ററി സ്വിച്ച് ഉള്ളൂ, ഇവിടെ ബാറ്ററി ഒന്നും ഇല്ല, ഇവിടെ ബൾബ് മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. എന്നിരുന്നാലും ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ബൾബ് ഒന്ന് ബ്ലിങ്ക് ചെയ്യുന്നു, ഒന്ന് മിന്നി അണയുന്നു. ഓൺ ചെയ്ത് വെച്ചിരിക്കുമ്പോൾ ബൾബിന് ഒരു അനക്കവും ഇല്ല, ബൾബ് മിന്നുന്നില്ല, കത്തുന്നില്ല. ഓഫ് ചെയ്യുമ്പോഴും ബൾബ് ഒന്ന് മിന്നി അണയുന്നു. അപ്പോൾ ഈ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുക, ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും മാത്രം ബൾബ് ഒന്ന് ബ്ലിങ്ക് ചെയ്യുന്നു, മിന്നി അണയുന്നു. അതല്ലാതെ ബൾബ് സ്വിച്ച് ഓൺ ചെയ്ത് വെക്കുന്ന സിറ്റുവേഷനിൽ ബൾബ് പ്രകാശിക്കുന്നില്ല. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ശ്രദ്ധിക്കുക. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ കണ്ടക്ടറിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. അങ്ങനെ ആ കണ്ടക്ടറിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ കറണ്ട് ഒരു കണ്ടക്ടറിൽ കറണ്ട് ഫ്ലോ ചെയ്താൽ അതിന് ചുറ്റിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫോംഡ് അറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. അപ്പോൾ ഈ കണ്ടക്ടറിൽ കറണ്ട് ക്യാരി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് രണ്ടാമത്തെ കോയിലിലേക്കും എത്തും. മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം, അത് ഉണ്ടാകുന്ന സ്ഥലത്ത് മാത്രമല്ല അതിന് ചുറ്റിലും ഉണ്ടാകും. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടും എത്തും. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഈ കണ്ടക്ടർ ഇരിക്കുന്നത്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ പെട്ടെന്നൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയാണ്. പെട്ടെന്നൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക എന്ന് വെച്ചാൽ എന്താണ്? അത്രയും നേരം അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലായിരുന്നു. ഇല്ലാത്ത സ്ഥലത്ത് പെട്ടെന്നൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ചേഞ്ചാണ്. അപ്പൊ ഈ കണ്ടക്ടറിൽ മാഗ്നറ്റിക് ഫ്ലക്സിന് ഒരു ചേഞ്ച് ഉണ്ടാകുന്നു. മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുന്ന കണ്ടക്ടറിന് എന്താ സംഭവിക്കുന്ന? ആ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ബേസിൽ EMF ഉണ്ടാവും. അപ്പോഴാണ് ഇവിടെ EMF ഉണ്ടാവുന്നത്. ബൾബ് കത്തും. അതിനുശേഷം പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് സ്ഥിരമായിട്ട് നിൽക്കുകയാണ്. സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അതിനുശേഷം മാഗ്നറ്റിക് ഫീൽഡ് സ്ഥിരമായിട്ട് നിൽക്കുകയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, പക്ഷെ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഇല്ലല്ലോ. മാഗ്നറ്റിക് ഫീൽഡ് സ്ഥിരമായിട്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ ആ ബൾബ് എന്ത് ചെയ്യും? പതുക്കെ കാണാൻ. അതാണ് മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് മാത്രം ബൾബ് കത്തി അപ്പോഴേ കാണാൻ. പിന്നെ അവിടെ മാഗ്നറ്റിക് ഫീൽഡേ ഉള്ളൂ, അതിന് ചേഞ്ച് ഇല്ല. അപ്പോഴാണ് ഞാൻ ആ സ്വിച്ച് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് അവിടെയും ഒരു ചേഞ്ച് ഉണ്ട്. അതായത് അത്രയും നേരം മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള സ്ഥലത്ത് പെട്ടെന്ന് അതങ്ങ് ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് അവിടെയും ബൾബ് ഒന്ന് മിന്നിയങ്ങനെ. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും ബൾബ് ബ്ലിങ്ക് ചെയ്യാൻ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും മാത്രമാണ് ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ടാണ് രണ്ടാമത്തെ കോയിലിൽ, രണ്ടാമത്തെ സോളിനോയിഡിൽ ഒരു EMF ഉണ്ടാകുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ആ ബൾബ് മിന്നി അണയുന്നത്. സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചിരിക്കുമ്പോൾ എന്തുകൊണ്ട് ബൾബ് കത്തുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന സിറ്റുവേഷനിൽ when the switch is kept on ആയി വെച്ചിരിക്കുന്ന സമയത്ത് there is no change in magnetic flux in the conductor. മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുന്നില്ല, കണ്ടക്ടറിലെ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് അവിടെ EMF ഉണ്ടാകാത്തത്. അപ്പൊ ഞാൻ അതിന് പകരം ഞാൻ ഈ സ്വിച്ച് വളരെ വേഗത്തിൽ ഓൺ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ഈ ബൾബ് എന്ത് ചെയ്യാൻ തുടങ്ങും? വളരെ വേഗത്തിൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. വളരെ വേഗത്തിൽ ഇവിടെ സ്വിച്ച് ഓൺ ഓഫ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് പെട്ടെന്ന് കൂടുന്നു കുറയുന്നു. അതായത് മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ ബൾബ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അതിനനുസരിച്ച് വളരെ വേഗത്തിൽ ബ്ലിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഓൺ ഓഫ് ചെയ്യുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു? ഇതെല്ലാം മാറ്റിയിട്ട് ഇവിടെ ഒരു AC കറണ്ട് കൊടുക്കുന്നു. AC കറണ്ടിന്റെ പ്രത്യേകത എന്താണ്? ഇത് 0, ഇത് ഓൺ, ഇത് ഓഫ്, ഇത് പോസിറ്റീവില് ഇത് നെഗറ്റീവിലേക്ക് ഓൺ, വീണ്ടും 0 എന്ന് വെച്ചാൽ ഇവിടെ ഓൺ ആണ്, ഇത് ഓഫാണ്, ഇത് ഓൺ, ഇത് ഓഫ്, ഇത് വീണ്ടും ഓൺ, ഇത് ഓഫ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഡയറക്ഷനും സ്ട്രെങ്തും, കറണ്ടിന്റെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യുന്നുണ്ട്, സ്ട്രെങ്തും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന് മൊത്തത്തിൽ ചേഞ്ച് ഉണ്ടാവും.
കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ സ്വിച്ച് ഓൺ ചെയ്യും ഓഫ് ചെയ്യും ഒന്നും ചെയ്തുകൊണ്ടിരിക്കണ്ട. ഇവിടെ ഒരു AC കറണ്ട് കൊടുത്താൽ മതി. AC കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ കോയിലിൽ സെക്കൻഡറി കോയിൽ, രണ്ടാമത്തെ കോയിൽ നമ്മൾ സെക്കൻഡറി കോയിൽ എന്ന് വിളിക്കും. ആദ്യത്തെ കോയിലിനെ ഇപ്പോ പ്രൈമറി കോയിൽ എന്ന് വിളിക്കും. അപ്പൊ രണ്ടാമത്തെ സെക്കൻഡറി കോയിലില് കണ്ടിന്യൂസ് ആയിട്ട് ബൾബ് കത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ആദ്യത്തെ സിറ്റുവേഷനിൽ ബാറ്ററി കൊടുത്തപ്പോൾ ഓൺ ചെയ്തപ്പോഴും ഓഫ് ചെയ്തപ്പോഴും മാത്രമാണ് ബ്ലിങ്ക് ചെയ്തത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും. അതോടൊപ്പം ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതായിരിക്കും, ബൾബ് കണ്ടിന്യൂസ് ആയിട്ട് കത്താനുള്ള ഒരു വഴി നിർദ്ദേശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെന്ന് പറയണം? ആ ബാറ്ററി മാറ്റിയിട്ട് പകരം ഒരു AC സോഴ്സ്, ആൻ AC സോഴ്സ് ഈസ് ടു ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ ബാറ്ററി. ബാറ്ററിക്ക് പകരം ഒരു AC സോഴ്സ് യൂസ് ചെയ്താൽ മതി. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സെക്കൻഡറി കോയിലിലെ ബൾബ് പ്രകാശിപ്പിക്കാൻ കഴിയും. അപ്പൊ ഈ ഫിനോമിനനെ പറയുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷൻ നടന്ന് സെക്കൻഡറിയിൽ EMF ഉണ്ടാകണമെങ്കിൽ പ്രൈമറി കോയിലിൽ കൊടുക്കുന്ന കറണ്ടിന്റെ ഡയറക്ഷനോ സ്ട്രെങ്തോ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യണം. അപ്പൊ പ്രൈമറി കോയിലിൽ കൊടുക്കുന്ന കറണ്ടിന്റെ ഡയറക്ഷനോ സ്ട്രെങ്തിനോ ചേഞ്ച് ഉണ്ടായാൽ മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് ഉണ്ടാവുകയും സെക്കൻഡറി കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്ന് മനസ്സിലായി. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ നിയർ ബൈ ആയി ഇരിക്കുന്ന രണ്ട് കോയിലുകളിൽ, അടുത്തടുത്തായിട്ടിരിക്കുന്ന രണ്ട് കോയിലുകളിൽ, രണ്ട് സോളിനോയിഡുകളിൽ, നിയർ ബൈ കോയിലുകളിൽ ഒന്നാമത്തേതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ സ്ട്രെങ്തിനോ ഡയറക്ഷനോ ചേഞ്ച് ഉണ്ടായാൽ രണ്ടാമത്തെ കോയിലിലെ മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് ഉണ്ടാവുകയും അതിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഫിനോമിനനെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമല്ലോ. അപ്പൊ ഞാൻ ഇവിടെ ഒരു 4 വോൾട്ട് ആണ് കൊടുക്കുന്നത് എന്ന് സങ്കല്പിക്കുക. 4 വോൾട്ട് ഞാൻ കൊടുക്കുകയാണ്. ആ 4 വോൾട്ട് ഈ പ്രൈമറി ചുറ്റുകളിലെ ഓരോ ചുറ്റും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കും. മ്യൂച്വൽ ആയിട്ടാണ് എടുക്കുന്നത്. മ്യൂച്വൽ ഇൻഡക്ഷനിലെ മ്യൂച്വൽ ആയിട്ട് എടുക്കും. ഓർത്ത് വയ്ക്കുക. അപ്പൊ ഞാൻ ഈ 4 വോൾട്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ എത്ര ചുറ്റുണ്ട്? 1, 2, 3, 4. അപ്പൊ 4 വോൾട്ട് 4 പേര് വീതിച്ചെടുക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോന്ന് വെച്ച് കിട്ടും, അല്ലെ? ഇനി ഇവിടെ ഒരു ചുറ്റിന് എത്ര വോൾട്ട് ആണോ കിട്ടുന്നത്, ആ വോൾട്ട് ഈ സെക്കൻഡറി ചുറ്റിൽ EMF ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെയും അതിനനുസരിച്ചായിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഞാൻ 1, 2, 3, ഇവിടെയും 4 ചുറ്റാണ്. അപ്പൊ ഇവിടെയും ഓരോരുത്തർക്കും ഓരോ വോൾട്ട് വെച്ച് കിട്ടും. മനസ്സിലായല്ലോ? ഞാൻ ഈ ചുറ്റ് ഇളക്കിയിട്ട് ഞാൻ ഒരു ചുറ്റും കൂടെ ഇടുകയാണ്. അപ്പൊ അതിനും കിട്ടി 1 വോൾട്ട്. അപ്പൊ ഇവിടെ മൊത്തം എത്രയായി? 1, 2, 3, 4, 5 വോൾട്ടാണ്. ഞാൻ ഇവിടെ ഒരു ചുറ്റും കൂടെ ഇടാണ്. അപ്പൊ ആ ചുറ്റിനും കിട്ടും 1 വോൾട്ട്. അപ്പൊ ഇത് 6 വോൾട്ട് ആവും. ഒരെണ്ണം കൂടെ ഇട്ടാൽ 7 ആവും. ഞാനിവിടെ അതെല്ലാം കുറച്ച് 3 ആണ് ഇടുന്നതെങ്കിൽ അവിടെ 3 വോൾട്ടേ കിട്ടും. അതായത് സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കൂടിയാൽ അവിടെ EMF കൂടും. സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം കുറഞ്ഞാൽ അവിടെ EMF കുറയും. അതായത് നമുക്ക് ചുറ്റുകളുടെ എണ്ണം കൂട്ടിയും കുറച്ച് നമുക്ക് ഇവിടെ വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും പറ്റത്തില്ലേ? അപ്പൊ നമുക്ക് മ്യൂച്വൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് വോൾട്ടേജിനെ കൂട്ടാനോ കുറയ്ക്കാനോ പറ്റും. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, DC അല്ല AC ആയിരിക്കണം. AC ആണെങ്കിൽ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഔട്ട്പുട്ടിൽ, അതായത് സെക്കൻഡറിയിൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്തുള്ളൂ. അപ്പൊ നമുക്ക് മ്യൂച്വൽ ഇൻഡക്ഷന്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് AC വോൾട്ടേജിനെ കൂട്ടാനോ കുറയ്ക്കാനോ പറ്റും. AC വോൾട്ടേജിനെ കൂട്ടാനോ കുറയ്ക്കാനോ പറ്റും. അപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് AC വോൾട്ടേജിനെ കൂട്ടാനോ കുറയ്ക്കാനോ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ ട്രാൻസ്ഫോമറുകൾ എന്നാണ് പറയുന്നത്. ട്രാൻസ്ഫോമർ. അപ്പൊ AC വോൾട്ടേജിനെ കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. AC വോൾട്ടേജിനെ കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. AC വോൾട്ടേജിനെ കൂട്ടാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറിനെ സ്റ്റെപ്പ് അപ്പ് കൂട്ടുന്നു, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്നും, കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറിനെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നും വിളിക്കും. ഓക്കെ. അപ്പോൾ AC വോൾട്ടേജിനെ കൂട്ടാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും AC വോൾട്ടേജിനെ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. ഇനി നമ്മളൊരു ട്രാൻസ്ഫോമർ അസംബിൾ ചെയ്യാണ്. ഇതൊരു സോഫ്റ്റ് അയൺ ആണ്. ഇതിന്റെ ഈ ഭാഗത്ത് നമ്മൾ പ്രൈമറി ചുറ്റുകളും ഇപ്പുറത്തെ ഭാഗത്ത് സെക്കൻഡറി ചുറ്റുകളുമാണ് അറേഞ്ച് ചെയ്യുന്നത്.
ഇവിടെ പ്രൈമറി ചുറ്റുകൾ ചുറ്റിയെടുത്തു. ഇത് സെക്കൻഡറി ചുറ്റുകളാണ്. പ്രൈമറിയിലാണ് എപ്പോഴും നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് കേട്ടോ. സെക്കൻഡറിയിലാണ് നമുക്ക് എപ്പോഴും ഔട്ട്പുട്ട് കിട്ടുന്നത്. ഈ ട്രാൻസ്ഫോമർ കാണുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും ഇത് ഏത് ടൈപ്പ് ട്രാൻസ്ഫോമർ ആണ്. കാരണം ഇതിൽ പ്രൈമറിയിൽ ചുറ്റ് കുറവാണ്. 1, 2, 3, 4 ചുറ്റേ ഉള്ളൂ. സെക്കൻഡറിയിൽ 1, 2, 3, 4, 5, 6, 7 ചുറ്റുണ്ട്. അതായത് പ്രൈമറിയിലെ വോൾട്ടേജിനേക്കാൾ കൂടുതൽ ഇവിടെ കിട്ടും, സെക്കൻഡറിയിൽ കിട്ടും. കാരണം അവിടെ ചുറ്റുകളുടെ എണ്ണം കൂടുതലാണ്. അപ്പൊ നമുക്ക് അതിനെ സ്റ്റെപ്പ് അപ്പ് എന്ന് വിളിക്കാം. അപ്പൊ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ സ്ട്രക്ചർ നോക്കുക. പ്രൈമറിയിൽ ലെസ് നമ്പർ ഓഫ് കോയിലും സെക്കൻഡറിയിൽ മോർ നമ്പർ ഓഫ് കോയിലും ആണ് സ്റ്റെപ്പ് അപ്പിലുള്ളത്. ഇനി സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും വരുന്ന. പ്രൈമറിയിൽ മോർ നമ്പർ ഓഫ് ടേൺസും സെക്കൻഡറിയിൽ ലെസ് നമ്പർ ഓഫ് ടേൺസും ആയിരിക്കും. ഇത് പ്രൈമറി ഇൻപുട്ട്, സെക്കൻഡറി ഔട്ട്പുട്ട്. അപ്പൊ ഇതാണ് ഒരു സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ സ്ട്രക്ചർ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ ലെസ് നമ്പർ ഓഫ് ടേൺസും സെക്കൻഡറിയിൽ മോർ നമ്പർ ഓഫ് ടേൺസും ആണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ മോർ നമ്പർ ഓഫ് ടേൺസും സെക്കൻഡറിയിൽ ലെസ് നമ്പർ ഓഫ് ടേൺസും ആയിരിക്കും. ക്ലിയർ ആയി കാണുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകളിലെ പ്രൈമറി സെക്കൻഡറി വോൾട്ടേജുകൾ, ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫോമറിന്റെ മാത്രം കാര്യം, പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും ഇത് തമ്മിൽ റിലേറ്റ് ചെയ്താണ് ഇരിക്കുന്നത് അല്ലേ. അതായത് ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട്, ഇവിടുത്തെ വോൾട്ടേജ് കൂടുതലാണോ കുറവാണോ എന്നുള്ളത് ഇവിടുത്തെ ചുറ്റുകളുടെ എണ്ണത്തിന് ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അതായത് നമുക്ക് ഇങ്ങനെ പറയാം, വോൾട്ടേജ് സെക്കൻഡറി VS ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ഇൻ പ്രൈമറി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. ഇങ്ങനെ നമുക്ക് പറയാം. VS by VP is equal to NS by NP അല്ലെങ്കിൽ NS by NP is equal to VS by VP. ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ ഒരു ട്രാൻസ്ഫോമർ തന്നു, അതിന്റെ പ്രൈമറി സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറിയും തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറിയും തന്നിട്ടുണ്ട്. ഇനി ഇവിടെ എവിടത്തെങ്കിലും വോൾട്ടേജ് തന്നിട്ടുണ്ട്, പ്രൈമറി വോൾട്ടേജ് തന്നിട്ടുണ്ട് VP. അങ്ങനെയാണെങ്കിൽ നമുക്ക് VS സെക്കൻഡറി വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, VS by VP is equal to NS by NP. ഈ ഇക്വേഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയുക, ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി സെക്കൻഡറി വോൾട്ടേജുകളും നമ്പർ ഓഫ് ടേൺസും തമ്മിലുള്ള റിലേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് VS by VP is equal to NS by NP. ഇനി നമ്മൾ ഒരു ട്രാൻസ്ഫോമറിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ, ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിലും ലെസ് നമ്പർ ഓഫ് ടേൺസ് ആണുള്ളത്. പക്ഷേ ആ ചുറ്റിന് മറ്റു ചുറ്റിനേക്കാൾ കുറച്ച് കനം കൂടുതലായിരിക്കും. തിക്ക് വയേഴ്സ് ആർ യൂസ്ഡ്. കട്ടിയുള്ള കനമുള്ള തിക്ക് വയർ യൂസ് ചെയ്തിരിക്കുന്നു. പ്രൈമറി ഓഫ് ദ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് സെക്കൻഡറി ഓഫ് ദ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിലും തിക്ക് വയേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നു. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം ഇതാണ്, നമ്മളൊരു ട്രാൻസ്ഫോമർ എടുക്കുമ്പോൾ അതിനകത്ത് പ്രൈമറിയിലെ വോൾട്ടേജ് ആയിരിക്കില്ല സെക്കൻഡറിയിൽ. ഒന്നുകിൽ പ്രൈമറിയേക്കാൾ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ പ്രൈമറിയേക്കാൾ കുറവായിരിക്കും. ഒരു ട്രാൻസ്ഫോമറിന്റെയും ഏതൊരു ട്രാൻസ്ഫോമറിന്റെയും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പവർ രണ്ടിടത്തും ഈക്വൽ ആയിരിക്കും. വേറുള്ള രീതിയിൽ പവർ ലോസ് ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ, ചില ട്രാൻസ്ഫോമറുകൾക്ക് കേടായി ഒരുപാട് കാലം ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് ചൂട് കൂടുതലുണ്ടാവും, ചിലതിൽ സൗണ്ട് ഉണ്ടാവും, അതൊക്കെ പവർ ലോസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള പവർ ലോസുകളൊന്നും ഇല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും പവർ ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ ഇപ്പൊ 100 വാട്ട് പവർ ഉണ്ടെങ്കിൽ ഇവിടെയും 100 വാട്ട് പവർ തന്നെ കിട്ടും അല്ലോ. അപ്പൊ നമ്മൾ നോക്കുക, P is equal to IV എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പവർ എന്ന് പറയുന്നത് കറന്റിന്റെയും വോൾട്ടേജിന്റെയും പ്രോഡക്റ്റ് ആണ്. അപ്പൊ P is equal to IV ഇക്വേഷൻ വെച്ചിട്ട് പവർ എന്ന് പറയുന്നത് കറന്റിന്റെയും വോൾട്ടേജിന്റെയും പ്രോഡക്റ്റ് ആണ്. അതായത് ഇവിടെ നമ്മൾ പവർ കോൺസ്റ്റന്റ് ആയി ഇരിക്കുകയാണെങ്കിൽ കറണ്ട് കൂടുതലുള്ളിടത്ത് വോൾട്ടേജ് കുറവായിരിക്കും, അതല്ലെങ്കിൽ നേരെ തിരിച്ചും വരാം. അപ്പൊ നമ്മൾ നോക്കുക, ഇവിടെ 100 വാട്ട്, ഇവിടെയും 100 വാട്ട്.
ഇവിടെ വോൾട്ടേജ് കുറവാണ്. ആ കുറവുള്ള വോൾട്ടേജ് ഉള്ളിടത്ത് കറണ്ട് കൂടുതലായിരിക്കും. ഇവിടെ വോൾട്ടേജ് കൂടുമ്പോൾ അതിനനുസരിച്ച് കറണ്ട് ആണ് കുറയുന്നത് ഇവിടെ. അതായത് P is equal to IV ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ പവർ സ്ഥിരമായിരുന്നാൽ വോൾട്ടേജ് കുറവുള്ളിടത്ത് കറണ്ട് കൂടുതലായിരിക്കും. നമ്മൾ ഈ വരച്ച പടത്തിൽ നോക്കണേ, സ്റ്റെപ്പ് അപ്പിന്റെ പ്രൈമറി ഇവിടെ മറ്റിടത്തേക്കാൾ വോൾട്ടേജ് കുറവായിരിക്കില്ലേ? അതുപോലെ തന്നെ സ്റ്റെപ്പ് ഡൗണിന്റെ സെക്കൻഡറിയിൽ അവിടെ മറ്റിടത്തേക്കാൾ വോൾട്ടേജ് കുറവായിരിക്കത്തില്ലേ? അപ്പൊ ഈ രണ്ട് സ്ഥലത്തും വോൾട്ടേജ് കുറവാണ്. വോൾട്ടേജ് കുറവുള്ളിടത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ അനുസരിച്ച് കറണ്ട് കൂടുതലായിരിക്കും. അപ്പൊ കറണ്ട് കൂടുതലുള്ള സ്ഥലത്ത് തിക്കർ വയേഴ്സ് യൂസ് ചെയ്യണം. അതല്ലെങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കുമെന്ന് പഠിച്ചിട്ടുണ്ട്, ആ ഹീറ്റ് ഉണ്ടാവുമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും തിക്കർ വയേഴ്സ് യൂസ് ചെയ്യുന്നതിനുള്ള കാരണം ഇതാണ്. അപ്പോൾ ഒരു സ്റ്റെപ്പ് അപ്പിന്റെ പ്രൈമറിയിലും സ്റ്റെപ്പ് ഡൗണിന്റെ സെക്കൻഡറിയിലും തിക്കർ വയേഴ്സ് യൂസ് ചെയ്യുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം, ഒരു ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രൈമറി സെക്കൻഡറി പവർ ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ സെയിം ആയിരിക്കും. P is equal to IV ഇക്വേഷൻ അനുസരിച്ച് വോൾട്ടേജ് കുറവുള്ളിടത്ത് കറണ്ട് കൂടുതലായിരിക്കും. അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റെപ്പ് അപ്പിന്റെ പ്രൈമറിയിലും സ്റ്റെപ്പ് ഡൗണിന്റെ സെക്കൻഡറിയിലും വോൾട്ടേജ് കുറവായിരിക്കും. വോൾട്ടേജ് കുറവാണെങ്കിൽ അവിടെ കറണ്ട് കൂടുതലായിരിക്കും. കറണ്ട് കൂടുതലുള്ളത് കൊണ്ടാണ് ഇവിടെ തിക്കർ വയേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്? ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും പവർ തുല്യമായിരിക്കും. പവർ ഇൻ പ്രൈമറി സമം പവർ ഇൻ സെക്കൻഡറി. ഇങ്ങനെ എഴുതിക്കൂടെ? പവർ ഇൻ പ്രൈമറി സമം പവർ ഇൻ സെക്കൻഡറി. ഇതാ നോക്കുക, പവർ എന്ന് പറയുന്നത് VI ആണ്. അപ്പൊ പ്രൈമറിയിലെ പവർ എന്ന് പറയുന്നത് പ്രൈമറിയിലെ വോൾട്ടേജ് ഇൻറ്റു പ്രൈമറിയിലെ കറണ്ട് സമം സെക്കൻഡറിയിലെ വോൾട്ടേജ് ഇൻറ്റു സെക്കൻഡറിയിലെ കറണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. VP/IP is equal to VS/IS. VP/IP is equal to VS/IS. അപ്പൊ നമ്മൾ രണ്ട് ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ച നേരത്തെ. VS/VP is equal to NS/NP. ഇപ്പൊ പഠിച്ചത് VP/IP is equal to VS/IS. ഇത് ഈ ഇക്വേഷൻ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും വോൾട്ടേജുകളെയും കറണ്ടുകളെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് VP/IP is equal to VS/IS. ഈ ഇക്വേഷൻ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും ചുറ്റുകളുടെ എണ്ണത്തിനെയും വോൾട്ടേജിനെയും സൂചിപ്പിക്കുന്ന ഇക്വേഷൻ ആണ് VS/VP is equal to NS/NP. അടുത്ത ഒരു അപ്പം നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ ഇക്വേഷനൊക്കെ പഠിച്ച സ്ഥിതിക്ക് നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇത് ടെസ്റ്റിലുള്ള പ്രോബ്ലം ആണ്. ടെസ്റ്റിൽ ഇതല്ലാതെ ഒട്ടനേകം പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലങ്ങളെല്ലാം സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ മ്യൂച്വൽ ഇൻഡക്ഷനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ട്രാൻസ്ഫോമർ, അതിൻ്റെ പ്രോബ്ലം. അപ്പോൾ അത് നന്നായിട്ട് വർക്ക് ചെയ്യുക. നമുക്കൊരു മോഡൽ നമുക്കിവിടെ ചെയ്ത് നോക്കാം. ദ ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് 240 volt AC. There are 80 turns in the secondary and 800 turns in the primary. What is the output voltage in the secondary voltage? അപ്പോൾ നമുക്ക് ഈ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇപ്പോൾ ഇത് വായിച്ച് നോക്കിയിട്ട്, ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഇസ് ദിസ്? ഇത് എന്ത് ടൈപ്പ് ട്രാൻസ്ഫോമർ ആണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ ആൻസർ എഴുതാൻ പറ്റും? നന്നായിട്ട് വായിച്ചു നോക്കാം. ഇവിടെ പ്രൈമറി വോൾട്ടേജ് മാത്രമേ, ഇൻപുട്ട് വോൾട്ടേജ്, ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി വോൾട്ടേജ്. അപ്പോൾ പ്രൈമറി വോൾട്ടേജ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, ഇതുള്ളതെല്ലാം എഴുതിയെടുക്കാം. ദ ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് എ ട്രാൻസ്ഫോമർ, അതായത് പ്രൈമറി വോൾട്ടേജ് ആണ്. പ്രൈമറി വോൾട്ടേജ് എന്ന് പറയുന്നത് VP ഈസ് ഈക്വൽ ടു 240. പിന്നെ തന്നിട്ടുണ്ട് there are 80 turns in the secondary. സെക്കൻഡറി ചുറ്റാണ്, NS ആണ്, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ഈസ് ഈക്വൽ ടു 80. പ്രൈമറിയിൽ അത് 800. നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി 800. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി ആണ്. വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി VS ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ഇതെല്ലാം തന്നിട്ടുള്ളതെല്ലാം എടുത്തെഴുതുക, കണ്ടുപിടിക്കാനുള്ളതും എടുത്തെഴുതുക.
ഇനി ഇത് ഏത് ടൈപ്പ് ട്രാൻസ്ഫോമർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും? ഏത് ടൈപ്പ് ട്രാൻസ്ഫോമർ? പ്രൈമറി വോൾട്ടേജ്, നമ്മൾ വോൾട്ടേജ് നോക്കിയിട്ടാണ് ട്രാൻസ്ഫോമർ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത് അല്ലേ? പ്രൈമറി വോൾട്ടേജ് കുറവാണെങ്കിൽ അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും, പ്രൈമറി വോൾട്ടേജ് കൂടുതലാണെങ്കിൽ അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, അങ്ങനെയൊക്കെ വോൾട്ടേജ് നോക്കിയാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ വോൾട്ടേജ് തന്നിട്ടില്ല, ഒരിടത്ത് വോൾട്ടേജ് തന്നിട്ടുള്ളൂ, അപ്പോൾ കൂടുതലാണോ കുറവാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് നമ്പർ ഓഫ് ടേൺസ് വെച്ച് കണ്ടുപിടിക്കാമല്ലോ. പ്രൈമറിയിൽ കൂടുതൽ ചുറ്റും സെക്കൻഡറിയിൽ കുറവ് ചുറ്റുമാണുള്ളത്. പ്രൈമറിയിൽ കൂടുതൽ ചുറ്റ്, സെക്കൻഡറിയിൽ കുറവ് ചുറ്റ്. അപ്പോൾ വോൾട്ടേജിനെ കുറയ്ക്കുന്ന ട്രാൻസ്ഫോമർ അല്ലേ? അതുകൊണ്ടല്ലേ സെക്കൻഡറിയിൽ ചുറ്റുകളുടെ എണ്ണം കുറച്ചിരിക്കുന്ന. അപ്പോൾ വോൾട്ടേജിനെ കുറയ്ക്കുന്ന ട്രാൻസ്ഫോമർ ആണെങ്കിൽ അത് എന്ത് ട്രാൻസ്ഫോമർ ആയിരിക്കും? യെസ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ശരി, നമ്മുടെ മെയിനായിട്ടുള്ള ക്വസ്റ്റനിലേക്ക് വരാം. ഇവിടെ വി എസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇത്രയും തന്നിട്ടുണ്ട്. നമ്മുടെ ഇത് എത്രയും എഴുതി കഴിഞ്ഞിട്ട് നമ്മുടെ ഇക്വേഷൻ എഴുതുക. വി എസ് ബൈ വി പി ഇസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ ബി. ഇനി അതിനുശേഷം ഇതെല്ലാം കൊടുക്കുക. വി എസ് കണ്ടുപിടിക്കാനുള്ളതല്ലേ, വി എസ് അതുപോലെ എഴുതുക. വി പി എത്രയാണ്? 240 ഇസ് ഈക്വൽ ടു എൻ എസ് 80 ഡിവൈഡഡ് ബൈ എൻ ബി 800. അതിനുശേഷം എന്താ ഇവിടെ 0 ഉണ്ട്, ഇത് വെട്ടി. അതിനുശേഷം ഇനി നമുക്കിതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അതായത് വി എസ് ഇൻറ്റു 80 ഇസ് ഈക്വൽ ടു is equal to 240 ഇൻറ്റു 8. ഇവിടെ 80 വി എസിൻ്റെ കൂടെ ഇൻറ്റു ചെയ്തേക്കാണ്. അതങ്ങ് അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് വി എസ് ഈസ് ഈക്വൽ ടു 240 ഇൻറ്റു 8. ഈ 80 അങ്ങ് അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? യെസ്, ഡിവൈഡ് ചെയ്യണം. അവിടെ കൊണ്ടുപോയി ഇവിടെ ഓരോ 0 ഉണ്ട്. ഇത് രണ്ടും വെട്ടി, ഈ 2 8ഉം വെട്ടി. ബാക്കി വി എസ് ഈസ് ഈക്വൽ ടു 24 വോൾട്ട്. ഇതാണ് ആൻസർ. അപ്പോൾ പ്രൈമറി വോൾട്ടേജ് 240, സെക്കൻഡറി വോൾട്ടേജ് 24. ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. ആ മെത്തേഡ് മനസ്സിലാക്കി വയ്ക്കുക. ആദ്യം തന്നിട്ടുള്ളതെല്ലാം എടുത്തെഴുതുക, അതിനെ ഇക്വേഷനിലേക്ക് മാറ്റി എഴുതുക, അതിനുശേഷം അതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അത്രയേ ഉള്ളൂ ഇത് ചെയ്യാൻ. ഇനി നമുക്ക് ഇപ്പോൾ പ്രൈമറി കറണ്ട്, ഇതിൻ്റെ പ്രൈമറി കറണ്ടിൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐ പി, കറണ്ട് ഇൻ പ്രൈമറി കറണ്ട് ഞാൻ പറയാണ് 10 ആംപെയർ ആണ് ഇവിടുത്തെ പ്രൈമറി കറണ്ട്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡറി കറണ്ട് എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. വി പി ഐ പി ഈസ് ഈക്വൽ ടു വി എസ് ഐ എസ്. വോൾട്ടേജ് ഇൻ പ്രൈമറി 240 ഇൻറ്റു ഐ പി പ്രൈമറി കറണ്ട് ഞാനിവിടെ ഇപ്പോൾ തന്നു 10 ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻ സെക്കൻഡറി വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 24 ഇൻറ്റു സെക്കൻഡറി കറണ്ടാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്ന 24 ഇവിടെ ഐ എസിൻ്റെ കൂടെ ഇൻറ്റു ചെയ്തേക്കാണ്. അതിന് ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ചെയ്യണം. 240 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 24 ഈസ് ഈക്വൽ ടു ഐ എസ്. ഇതാണ് ഐ എസ്. ഇവിടെ ഈ 24 ഇതും വെട്ടി 1 10 ഇൻറ്റു 10 ഐ എസ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 10 100 ആംപെയർ. സെക്കൻഡറി കറണ്ട് എത്രയാണ്? 100 ആംപെയർ ആണ്. ഇവിടെ നോക്കുക, പ്രൈമറിയിലെ വോൾട്ടേജ് 240 ആണ്. അത് സെക്കൻഡറിയിൽ എത്തിയപ്പോൾ 24 ആയിട്ട് മാറി. അതായത് വോൾട്ടേജ് കുറഞ്ഞു. പ്രൈമറിയിൽ 240, സെക്കൻഡറി 24. വോൾട്ടേജ് കുറഞ്ഞെങ്കിലും അവിടെ കറണ്ട് എന്ത് ചെയ്ത്? കൂടി. വോൾട്ടേജ് കുറയുന്നതിനനുസരിച്ച് കറണ്ട് കൂടിയത് കണ്ടോ? ഇവിടുത്തെ വോൾട്ടേജ് 240 ആണ്. അത് 10 കുറഞ്ഞു. 240ൻ്റെ 10 24, 10 കുറഞ്ഞു. അതേസമയം കറണ്ട് എന്ത് ചെയ്തു? 10 മടങ്ങായിട്ട് കൂടി. 10 എന്നുള്ളത് എത്രയായി? 100 അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പവർ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് വോൾട്ടേജ് എത്ര കുറയുന്നുവോ അത്ര കറണ്ട് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്ന് പഠിച്ചു, ട്രാൻസ്ഫോമർ പഠിച്ചു, ട്രാൻസ്ഫോമറുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഓർത്ത് വയ്ക്കാം, മ്യൂച്വൽ ഇൻഡക്ഷൻ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ട്രാൻസ്ഫോമർ എ സി വോൾട്ടേജിനെ കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്നതാണ്. കൂട്ടാൻ ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുമാണ്. ഇനി അടുത്ത ടോപ്പിക്കാണ് സെൽഫ് ഇൻഡക്ഷൻ. ഞാൻ
ഞാനൊരു സർക്യൂട്ടിനകത്ത് ഒരു സോളിനോയിഡ് കമ്പിച്ചിട്ടുള്ള ഒരു സോളിനോയിഡ് ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ടുണ്ട്, സ്വിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്, ബൾബ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്ത് ബൾബിലേക്ക് എത്തുകയും ബൾബ് പ്രകാശിക്കുകയും ചെയ്യും. അങ്ങനെ ബൾബ് പ്രകാശിക്കുന്നു. അതിനുശേഷം ഞാൻ ഈ ബാറ്ററിയെ മാറ്റിയിട്ട് പകരം ഒരു AC സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് സെയിം എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ബൾബിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ വേറെ സർക്യൂട്ടിൽ വേറെ ഒന്നും എക്സ്റ്റേണലായിട്ട് പുതിയതായിട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല. പുറത്തുനിന്നുള്ള ഒരു കാര്യങ്ങൾ സർക്യൂട്ടിലേക്ക് നേരത്തെ ഉണ്ടായിരുന്ന സംഗതികൾ മാത്രമാണ് സർക്യൂട്ടിലുള്ളത്. പകരം ഞാൻ ചെയ്തത് എന്ത് ചെയ്തു, ബാറ്ററി മാറ്റിയിട്ട് അതേ വോൾട്ടുള്ള ഒരു AC സോഴ്സ് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ ആ ബൾബിൻ്റെ ഇൻറ്റൻസിറ്റി കുറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ നേരത്തെ ഒരു ബാറ്ററിയിൽ നിന്നുണ്ടായതിന് ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഒരു AC സോഴ്സ് ഉണ്ടാകുമ്പോൾ ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷനും സ്ട്രെങ്തിനും ചേഞ്ച് ഉണ്ടാവും. കറണ്ടിൻ്റെ ഡയറക്ഷനും സ്ട്രെങ്തിനും ചേഞ്ച് ഉണ്ടാകുമ്പോഴത്തേക്ക് ഈ സോളിനോയിഡിന് ചുറ്റിലുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് ഉണ്ടാവും. മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് ഉണ്ടാകുമ്പോഴത്തേക്ക് അവിടെ ഒരു EMF ഉണ്ടാകുമെന്ന് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ അവിടെ ഇപ്പോൾ ഇങ്ങോട്ടുണ്ടാകുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇതാണെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന ആ EMFനെ നമ്മൾ ബാക്ക് EMF എന്നാണ് വിളിക്കുന്നത്. അതായത് AC കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ ഇൻഡക്ടറിൽ ആ ഒരു കോയിലിൽ അത് സ്വന്തമായിട്ട് തന്നെ ഒരു ബാക്ക് EMF ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സെൽഫ് ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് സെൽഫ് ഇൻഡ്യൂസ്ഡ്. സോ സെൽഫ് ഇൻഡക്ഷൻ. അതിൻ്റെ ഫലമായിട്ട് നമ്മളിവിടെ ഒരു ബാക്ക് EMF ഉണ്ടാവുകയും അത് ടോട്ടൽ വോൾട്ടേജിന്, അതായത് റിസൾട്ടൻ്റ് വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യുകയും ചെയ്യുന്നു, തടയുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ബൾബിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെയുള്ള AC സർക്യൂട്ടുകളിൽ ഇങ്ങനെയുള്ള കണ്ടക്ടർ കോയിലുകളെ ഉപയോഗിച്ചാൽ നമുക്ക് AC വോൾട്ടേജിനെ കുറയ്ക്കാൻ പറ്റും വിത്തൗട്ട് പവർ ലോസ് ഒന്നും ഉണ്ടാകത്തില്ല. സാധാരണ നമ്മൾ പഠിച്ചിട്ടുണ്ട് കറണ്ടിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റെസിസ്റ്ററുകൾ ഉപയോഗിക്കുമെന്ന് സാധാരണ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. റെസിസ്റ്ററുകൾ ഉപയോഗിക്കുമ്പോൾ സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുകയും ജൂൾസ് ലായുടെ ബേസിൽ ഹീറ്റ് ഉണ്ടാവുകയും ചെയ്യും. റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ H=I²RT ഇക്വേഷനിൽ ഹീറ്റ് കൂടും. ഹീറ്റ് കൂടുമ്പോഴത്തേക്ക് അത് പവർ ലോസ് ഉണ്ടാകും. അതേസമയം നമുക്ക് ഇവിടെ ഇൻഡക്ടറുകളെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടുകയോ പവർ ലോസ് ഉണ്ടാവുകയോ ചെയ്യത്തില്ല. അതായത് പവർ ലോസ് ഉണ്ടാകാതെ, ലോസ് ഓഫ് പവർ അത് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തരം കണ്ടക്ടർ കോയിലുകളെ നമ്മൾ ഇൻഡക്ടറുകൾ എന്ന് വിളിക്കും. അപ്പോൾ ഒരു റെസിസ്റ്ററിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇൻഡക്ടറിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഇൻഡക്ടറുകളിൽ പവർ ലോസ് ഉണ്ടാകുന്നില്ല. പക്ഷേ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഇൻഡക്ടറുകളിൽ AC-യിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ, ഇത് DC-യിൽ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഇൻഡക്ടറിന് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഇൻഡക്ടറിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റെസിസ്റ്ററിൽ ഉണ്ടാകുന്ന പോലെയുള്ള പവർ ലോസ് ഉണ്ടാകുന്നില്ല. പവർ ലോസ് ഉണ്ടാകാതെ കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് ഇൻഡക്ടർ. ഇനിയും അതിൻ്റെ ലിമിറ്റേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇൻഡക്ടറിനെ നമുക്ക് DC-യിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇൻഡക്ടർ AC-യിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ഒരു AC സർക്യൂട്ടുകളിൽ പവർ ലോസ് ഉണ്ടാകാതെ വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് ഇൻഡക്ടർ. ഇത്രയുമാണ് നമുക്ക് സെൽഫ് ഇൻഡക്ഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പഠിച്ചു. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന ഉപകരണം ഏതാണെന്ന് പഠിച്ചു, ജനറേറ്റർ അല്ലെങ്കിൽ ഡൈനാമോ. അതുപോലെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്ന് പഠിച്ചു, മ്യൂച്വൽ ഇൻഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഉപകരണം ഏതാണെന്ന് പഠിച്ചു, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇക്വേഷനും പ്രോബ്ലംസും നമ്മൾ പഠിച്ചു. അതുപോലെ സെൽഫ് ഇൻഡക്ഷൻ എന്താണെന്ന് പഠിച്ചു, സെൽഫ് ഇൻഡക്ഷൻ്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഇൻഡക്ടറുകൾ എന്ന് പഠിച്ചു. ഇൻഡക്ടറിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ പഠിച്ചു. ഇനി നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരു ഉപകരണം പരിചയപ്പെടാം. നമ്മുടെ മൈക്രോഫോൺ, മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. നമ്മൾ ഇതിന് മുമ്പുള്ള ചാപ്റ്ററിൽ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ പഠിച്ചായിരുന്നു. മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ പഠിച്ചായിരുന്നു. ഇനി നമുക്ക് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ ഒന്ന് നോക്കാം. നമ്മൾ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ എന്ന് പറയുന്നത് നമ്മൾ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിൻ്റെ അതേ സ്ട്രക്ചർ തന്നെയാണ്. ഒരു ഫീൽഡ് മാഗ്നറ്റ്
അതുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു വോയിസ് കോയിൽ എന്ന് പറയുന്നൊരു സംവിധാനം, പിന്നെ ഒരു പേപ്പർ കോൺ അല്ലെങ്കിൽ ഡയഫ്രം. ഇത്രയും തന്നെ ഒരു മൈക്രോഫോണിനേ ഉള്ളൂ. അതായത് ഫീൽഡ് മാഗ്നറ്റിനുള്ളിലേക്ക് വോയിസ് കോയിൽ കടത്തി വെച്ചിരിക്കുന്നു, അതിനോട് വോയിസ് കോയിൽ ഒട്ടിച്ച് നമ്മുടെ പേപ്പർ കോൺ അല്ലെങ്കിൽ ഡയഫ്രം വെച്ചിരിക്കുന്നു. മനസ്സിലാക്കുക, സ്ട്രക്ചർ ഒരുപോലെയാണെങ്കിലും ഓരോ സ്പെഷ്യൽ ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനാണ് ഓരോ ഡിവൈസും നിർമ്മിച്ചിരിക്കുന്നത്. ലൗഡ് സ്പീക്കർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ഉച്ചതയിലുള്ള സൗണ്ട് സിഗ്നൽസ് ആക്കി മാറ്റാനാണ്. ഇവിടെ മൈക്രോഫോൺ ഉണ്ടാക്കിയിരിക്കുന്നത് തിരിച്ചാണ്. അതായത് സൗണ്ട് സിഗ്നൽസിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. അത് സൗണ്ട് സിഗ്നൽസ് വളരെ ചെറുതാണെങ്കിൽ കൂടിയും അതിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി മാറ്റുക എന്ന് വെച്ചാൽ മറ്റത് വലിയ സൗണ്ടാക്കി മാറ്റാനാണ്. അപ്പോൾ അതിൻ്റെ ഡയഫ്രോക്ക് ഇച്ചിരി കട്ടിയുള്ളതായിരിക്കും. ഇതിൻ്റെ ആണെങ്കിൽ ഡയഫ്രോക്ക് വളരെ തിന്നായിരിക്കും. നമ്മുടെ ചെറിയ ശബ്ദത്തിനനുസരിച്ച് പോലും ഇതിൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഉണ്ടാകണം. അപ്പോൾ നമ്മൾ ഇവിടെ സൗണ്ട് ഉണ്ടാക്കും. ഈ മൈക്കിൻ്റെ ഇവിടെയാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്. സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഈ മൈക്രോഫോണിൻ്റെ ഡയഫ്രത്തിൽ വന്ന് ഈ സൗണ്ട് ഇടിക്കും. അപ്പോൾ ഡയഫ്രം എന്ത് ചെയ്യാൻ തുടങ്ങും? വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ചുണ്ടിനോട് ചേർത്ത് നമ്മളൊരു കട്ടി കുറഞ്ഞ പേപ്പർ പിടിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആ പേപ്പർ വൈബ്രേറ്റ് ചെയ്യുന്നത് പോലെ ഈ ഡയഫ്രം ഇവിടെ വൈബ്രേറ്റ് ചെയ്യും. ഈ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ വോയിസ് കോയിൽ മാഗ്നറ്റിക് ഫ്ലക്സിനകത്തിരുന്നാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അതായത് മാഗ്നറ്റിക് ഫ്ലക്സിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന കോയിലാണ് ഇവിടുത്തെ വോയിസ് കോയിൽ. ഈ വോയിസ് കോയിൽ മൂവ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന കണ്ടക്ടറിൽ EMF ഉണ്ടാവത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ വോയിസ് കോയിലിൻ്റെ എൻഡുകളിൽ ഇങ്ങനെ EMF ഉണ്ടാവും. ഈ സൗണ്ടിനനുസരിച്ചായിരിക്കും EMF ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്രയും ചേഞ്ചാണ് നമ്മൾ ഒരു മൈക്രോഫോണിന് മുമ്പിൽ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. സോ നോക്കുക, സൗണ്ട് ഉണ്ടാകുന്നു. സൗണ്ട് വേവ്സ് മൈക്രോഫോണിൻ്റെ ഡയഫ്രത്തിൽ വന്നിടിച്ച് ഡയഫ്രത്തിനെ വൈബ്രേറ്റ് ചെയ്യിക്കുന്നു. സോ സൗണ്ട് പ്രൊഡ്യൂസ്ഡ്, ഡയഫ്രം വൈബ്രേറ്റ്സ്, ദെൻ വോയിസ് കോയിൽ വൈബ്രേറ്റ്സ് ആൻഡ് EMF is produced in the voice coil. EMF വൈബ്രേറ്റ് ചെയ്യുന്ന എവിടെ ഇരുന്നാണ്? വോയിസ് കോയിൽ. മാഗ്നറ്റിക് ഫീൽഡിനകത്തിരുന്ന് വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ബേസിൽ അതിലൊരു EMF ഉണ്ടാകുന്നു. ഈ ദിസ് EMF is depends upon the sound produced. അവിടെ പ്രൊഡ്യൂസ് ചെയ്ത സൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇവിടെ EMF ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണമാണ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന 2 ഉപകരണം പഠിച്ചു. ഒന്ന് ജനറേറ്റർ, 2 മൂവിംഗ് കോയിൽ മൈക്രോഫോൺ.